प्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदं माहं ब्रह्म निराकुर्याम् मा ब्रह्म निराकरोद निराकरणमस्त्वनिराकरणं मेस्तु तदात्मनि निरतेय उपनिषत्सु धर्माः ते मयि सन्तु ओम शांति शांति शांति। നമ്മൾ ഛാന്ദോഗ്യ ഉപനിഷത്തിൽ 8-ാം അധ്യായത്തിൽ 12-ാമത്തെ ഖണ്ഡത്തിൽ 1-ാമത്തെ മന്ത്രത്തിൻ്റെ ഭാഷ്യമാണ് പഠിക്കുന്നത്. മന്ത്രം ഇതായിരുന്നു. എൻ്റെ ഭാഷ്യം മുൻഭാഗമൊന്നും വായിക്കില്ല, പിന്നെ നമുക്ക് തീരെയില്ല, അത്രയും വലുതാണ്. എവിടെയാണോ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് അവിടുന്ന് തുടരാനേ പറ്റൂ. ഇതിൽ മന്ത്രം ഓർമ്മിപ്പിക്കുകയാണ്. മഘവൻ മർത്യം വാ ഇദം ശരീരമാത്തം മൃത്യുനാ തദസ്യ അമൃതസ്യ അശരീരസ്യ ആത്മനോ അധിഷ്ഠാനം ആത്തോ വൈ സ ശരീരപ്രിയാപ്രിയാഭ്യാം നഹ വൈ സ ശരീരസ്യ സതഃ പ്രിയാപ്രിയയോരപഹതിരസ്തി അശരീരം വാ വസന്തം ന പ്രിയാപ്രിയേ സ്പൃശതഃ. ഹേ മഘവൻ, അല്ലയോ ഇന്ദ്ര, ഹേ ദേവേന്ദ്ര, ബലശാലിയായിട്ടുള്ളവനെ, ഹേ മഘവൻ, മർത്യം വാ ഇദം ശരീരം, ഈ ശരീരം മർത്യമാണ്, മരണധർമ്മത്തോടു കൂടിയതാണ്, മൃതി എന്ന ധർമ്മത്തോടൊത്തതാണ്. ആത്തം മൃത്യുന, മൃത്യുന ആത്തം, മൃത്യുവാൽ വ്യാപ്തമാണ്, പ്രാപിക്കപ്പെട്ടതാണ്. തദസ്യ അമൃതസ്യ അശരീരസ്യ ആത്മനഃ അധിഷ്ഠാനം, അശരീരനും അമൃതനുമായ അല്ലെങ്കിൽ അമൃതനായ അശരീരനായ ആത്മാവിൻ്റെ അധിഷ്ഠാനമാണ്. അപ്പം അധിഷ്ഠാനത്തിൽ നമ്മൾ അധിഷ്ഠാതാവിനെ അന്വേഷിക്കും. ഒരധിഷ്ഠാനത്തിലാണ് അധിഷ്ഠാതാവിനെ അന്വേഷിക്കുന്നത്. ആത്മാന്വേഷണത്തിൻ്റെ അധിഷ്ഠാനമാണ് ഈ ശരീരം. ഇത് മർത്യമാണ്. ഇപ്പം മർത്യമായ ശരീരം അമൃതനായവൻ്റെ അധിഷ്ഠാനമാണ്. അങ്ങനെ വേർതിരിക്കുകയാണ്. ആത്തോ വൈ സശരീര പ്രിയാപ്രിയാഭ്യാം, ഈ ശരീരത്തോടു കൂടി ഇരിക്കുന്ന കാലത്തോളം പ്രിയാപ്രിയങ്ങളാൽ വ്യാപ്തനാണ്. ശരീരത്തോടു കൂടി ഇരിക്കുന്ന കാലത്തോളം, ശരീരവാനായി ഇരിക്കുന്ന കാലത്തോളം, ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ശരീരാഭിമാനം ഉള്ള കാലത്തോളം, അഥവാ ശരീര താദാത്മ്യമുള്ള കാലത്തോളം പ്രിയാപ്രിയങ്ങളാൽ ബാധിക്കപ്പെടുന്നവനാണ്. അവന് പ്രിയവും അപ്രിയവും ഉണ്ടാവും. ശരീര താദാത്മ്യമുള്ള കാലത്തോളം അനുകൂലം പ്രതികൂലം എന്നീ ഭാവങ്ങൾ അഥവാ ഭാവനകൾ ഉണ്ടാവും. അനുകൂലമാണെന്ന അറിവിന് വിഷയമായാൽ അത് സുഖമാണ്, പ്രതികൂലമെന്ന അറിവിന് വിഷയമായാൽ അത് ദുഃഖമാണ്. വസ്തു ഒന്നും വേർതിരിച്ച് പറയുന്നില്ല. കാരണം ഒരു സ്ഥലത്ത് പ്രിയം എന്ന് തോന്നിയത് വേറൊരു സ്ഥലത്ത് സുഖം തോന്നിയത് വേറൊരു സ്ഥലത്ത് ദുഃഖമാവും. ഒരിക്കൽ സുഖം തോന്നിയത് വേറൊരിക്കൽ ദുഃഖമാകും. തീർത്തും ആപേക്ഷികമാണിവ. എന്നാൽ എപ്പോഴാണോ അനുകൂലം എന്ന അറിവിനൊന്ന് വിഷയമാകുന്നത് അപ്പം അത് സുഖമാണ്.
എപ്പോഴാണോ പ്രതികൂലമെന്ന അറിവിനൊന്ന് വിഷയമാകുന്നത് അപ്പോൾ അത് ദുഃഖമാണ്. സുഖമാണെന്ന് വന്നാൽ പ്രിയാവും, അസുഖമെന്ന് വന്നാൽ ദുഃഖമാണെന്ന് വന്നാൽ അപ്രിയാവും. അപ്പം ശരീര താതാത്മ്യം ഉള്ള കാലത്തോളം ഇതുണ്ടെന്നാണ് പറയണത്. പ്രിയാപ്രിയങ്ങൾ സശരീരസ്യ സതഃ പ്രിയാപ്രിയയോ അപഹതി ന അസ്തി. സശരീരനായിരിക്കുന്ന കാലത്തോളം പ്രിയാപ്രിയങ്ങളിൽ നിന്നുള്ള മുക്തി ഉണ്ടാകുന്നില്ല. ദേഹതാതാത്മ്യമുള്ള കാലത്തോളം ഒരാൾക്ക് പ്രിയാപ്രിയങ്ങൾ ഉണ്ട്. എന്നാൽ അശരീരം വാവസന്തം, ശരീരവാനല്ലാത്തവനെ, അശരീരനെ പ്രിയാപ്രിയേന സ്പൃശതഃ, പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല. അപ്പോൾ പ്രിയാപ്രിയങ്ങൾ എന്നുള്ളത് അവിടെ ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് ശീതോഷ്ണങ്ങൾ, സുഖദുഃഖങ്ങൾ, മാനാപമാനങ്ങൾ, പൂജാപരിഭവങ്ങൾ, സ്തുതി നിന്ദകൾ എന്ന് വേണ്ട ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ നേരിടുന്ന എല്ലാ ദ്വന്ദ്വങ്ങളെയും അർത്ഥമാക്കണം. അതുകൊണ്ട് അശരീരം വാവസന്തം ന പ്രിയാപ്രിയേ സ്പൃശതഃ, ന സുഖദുഃഖേ സ്പൃശതഃ, ന പുണ്യപാപേ സ്പൃശതഃ, ന പൂജാപരിഭവേ സ്പൃശതഃ. അങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്. അവൻ ദ്വന്ദ്വാതീതനാകുന്നു. ആര്? അശരീരൻ. സശരീരനായിരിക്കുന്ന കാലത്തോളം ദ്വന്ദ്വം ഉണ്ടാവും. ഇതാണ് മന്ത്രം. ഇതിൻ്റെ കുറേ ഭാഗം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് പുതുതായി വന്ന ചിലരൊക്കെ ഉണ്ട്, അവർക്ക് ഒരു രക്ഷയില്ല, കഴിഞ്ഞ കേൾക്കുകയല്ലാതെ വഴിയില്ല. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ആ ഭാഷ്യഭാഗം വായിച്ച് പഠിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഒന്നും കൂടി തുടങ്ങിയും കൂടി സ്വാമി പിന്നെ വീണ്ടും അവിടെ തന്നെ ഇരിക്കും. ഇത് കഴിഞ്ഞ പ്രാവശ്യം എവിടെ നിന്നോ അവിടെ തന്നെ ഇന്നും നോക്കും. അപ്പോൾ മുന്നോട്ട് നീങ്ങല്ല. അതുകൊണ്ട് തുടരുകയാണ്. അവസാനം പറഞ്ഞത് അശരീരന പ്രിയാപ്രിയങ്ങൾ ഇല്ല തന്നെ എന്നുള്ളതാണ് അവസാനം പറഞ്ഞു വെച്ചത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരികയാണ്. നനു യദി പ്രിയം അപി അശരീരം ന സ്പൃശതീതി യൻ മഘവതാ ഉക്തം സുഷുപ്തസ്ഥഃ വിനാശം ഏവ അപീതഃ ഭവതീതി തദേവ ഇഹ അപി ആപന്നം. നനു യദി പ്രിയം അപി അശരീരം ന സ്പൃശതി ഇതി യത് മഘവതാ ഉക്തം സുഷുപ്തസ്ഥഃ വിനാശമേവ അപീതോ ഭവതീതി തദേവ ഇഹ അപി ആപന്നം. അപ്പോൾ ശരി, അങ്ങനെയാണെങ്കിൽ അശരീരനായവന് പ്രിയവും സ്പർശിക്കുന്നില്ല, അപ്രിയവും സ്പർശിക്കുന്നില്ല, പ്രിയവും സ്പർശിക്കുന്നില്ല എന്നാണെങ്കിൽ മഘവാനാൽ പറയപ്പെട്ട, ഇന്ദ്രനാൽ പറയപ്പെട്ട സുഷുപ്തസ്ഥഃ വിനാശമേവ അപീതോ ഭവതീതി, സുഷുപ്തസ്ഥൻ വിനാശത്തെ പ്രാപിക്കുന്നു, അവനിലെല്ലാ വികൃതികളും വിനശിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞു. ആ തലത്തെ തന്നെ ആയിക്കൂടെ ഇവിടെ പറഞ്ഞത്, അത് തന്നെ ഇവിടെ എടുത്തൂടെ. പ്രിയാപ്രിയങ്ങളില്ല എന്ന് പറയുമ്പോൾ ആ സുഷുപ്തസ്ഥനെ കൊണ്ട് തന്നെയാണ് ഇവിടെയും പറയുന്നതെന്ന് പറഞ്ഞൂടെ. ആ ദോഷങ്ങൾ അല്ലെങ്കിൽ സുഷുപ്തസ്ഥൻ വിനാശത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞത്
ഇവിടെയും വന്നു ചേരില്ലേ? ഇവിടെ ഈ പറയുന്ന അശരീരനും വിനാശത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദ്യം. കേൾക്കുമ്പോൾ നമുക്ക് ശരിയാന്ന് തോന്നും. ഉത്തരം വിശദമായി പഠിക്കൂ, എന്നിട്ടേ നിഗമനത്തിലെത്താൻ പാടുള്ളൂ. നൈഷദോഷ ധർമാധർമ്മകാര്യയോ ശരീരസംബന്ധിനോ പ്രിയാപ്രിയയോ പ്രതിഷേധസ്യ വിവക്ഷിതത്വാത്. അശരീരം ന പ്രിയാപ്രിയേ സ്പൃശതഃ ഇതി ആഗമാപായിനോ ഹി സ്പർശശബ്ദോ ദൃഷ്ടഃ യഥാ ശീതസ്പർശ ഉഷ്ണസ്പർശ ഇതി. നതു അഗ്നേഃ ഉഷ്ണപ്രകാശയോഃ സ്വഭാവഭൂതയോഃ അഗ്നിനാ സ്പർശ ഇതി ഭവതി. തഥാ അഗ്നേഃ സവിതുഃ വാ ഉഷ്ണപ്രകാശവത് സ്വരൂപഭൂതസ്യ ആനന്ദസ്യ പ്രിയാപ്രിയാഭി ന ഇഹ പ്രതിഷേധഃ. ആനന്ദസ്യ പ്രിയസ്യ അഭി ന ഇഹ പ്രതിഷേധഃ. വിജ്ഞാനമാനന്ദം ബ്രഹ്മ ആനന്ദോ ബ്രഹ്മ ഇത്യാദി ശ്രുതിഭ്യഃ ഇഹ അപി ഭൂമാ ഏവ സുഖം ഇതി ഉക്തത്വാത്. നൈഷദോഷഃ ധർമാധർമ്മകാര്യയോഃ ശരീരസംബന്ധിനോഃ പ്രിയാപ്രിയയോഃ പ്രതിഷേധസ്യ വിവക്ഷിതത്വാത്. അശരീരം പ്രിയാപ്രിയേ സ്പൃശതഃ ന സ്പൃശതഃ ഇതി. അവിടെ നാ മുമ്പിലുണ്ട്, അശരീരം നാന്നുണ്ട്. ആഗമാപായിനോഃ ഹി സ്പർശശബ്ദഃ ദൃഷ്ടഃ യഥാ ശീതസ്പർശ ഉഷ്ണസ്പർശ ഇതി. നതു അഗ്നേഃ ഉഷ്ണപ്രകാശയോഃ സ്വഭാവഭൂതയോഃ അഗ്നിനാ സ്പർശ ഇതി ഭവതി. തഥാ അഗ്നേഃ സവിതുഃ വാ ഉഷ്ണപ്രകാശവത് സ്വരൂപഭൂതസ്യ ആനന്ദസ്യ പ്രിയസ്യ അപി ന ഇഹ പ്രതിഷേധഃ. വിജ്ഞാനമാനന്ദം ബ്രഹ്മ ആനന്ദോ ബ്രഹ്മ ഇത്യാദി ശ്രുതിഭ്യഃ ഇഹ അപി ഭൂമാ ഏവ സുഖം ഇത്യുക്തത്വാത്. അപ്പം അവിടെ സംശയത്തിന് വ്യക്തമായിട്ട് മറുപടി പറയുകയാണ്. സുഷുപ്തിയിൽ വിനാശം പറഞ്ഞത് ധർമാധർമ്മകാര്യങ്ങളായ പ്രിയാപ്രിയങ്ങൾക്കാണ്, അഥവാ സുഖദുഃഖങ്ങൾക്കാണ്. ഇവിടെ നിഷേധിക്കുന്നത് ധർമാധർമ്മകാര്യമായതല്ല. ഇവിടെ കേവല സുഖസ്വരൂപമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയവും അപ്രിയവും ഒന്നും ഇവിടെ ഇല്ല, ഇവിടെ സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ സുഖമില്ല എന്ന് പറഞ്ഞേക്കരുത്. ആനന്ദ സ്വരൂപമാണിത്. അതാണ് മറുപടി. നോക്കൂ, ധർമാധർമ്മകാര്യങ്ങളായ, അതുകൊണ്ട് തന്നെ ശരീരസംബന്ധികളായ, ശരീരവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന പ്രിയാപ്രിയയോഹോ, പ്രിയാപ്രിയങ്ങളുടെ പ്രതിഷേധസ്യ വിവക്ഷിതത്വം, അത് പ്രതിഷേധമാണ് അവിടെ പറയപ്പെട്ടത്. എവിടെ? സുഷുപ്തസ്ഥനെ സംബന്ധിച്ച് പ്രിയാപ്രിയങ്ങളുടെ പ്രതിഷേധം യാതൊന്ന് പറയപ്പെട്ടുവോ അത് ധർമാധർമ്മകാര്യങ്ങളായ പ്രിയാപ്രിയങ്ങൾ, സുഖദുഃഖങ്ങൾ തുടങ്ങിയവയാണ്. എന്നാൽ ഇവിടെയോ അശരീരം ന പ്രിയാപ്രിയേ സ്പൃശതഃ ഇതി.
അശരീരം ആയിരിക്കുന്നവനെ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ ആഗമപായിനോ ഹി സ്പർശശബ്ദ ദൃഷ്ട, വന്നു പോകുന്നവയാണല്ലോ സ്പർശശബ്ദത്തിനർത്ഥമായി വരുന്നത്. ഏതുപോലെ ശീതസ്പർശ ഉഷ്ണസ്പർശ, ഇത് ശീതസ്പർശം ഉഷ്ണസ്പർശം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വരുന്നതും പോകുന്നതുമാണ്. ഇപ്പം നമുക്ക് അന്തരീക്ഷം ഉഷ്ണസ്പർശമാണെന്ന് നമ്മൾ പറഞ്ഞു എന്ന് വെച്ചോളൂ. ഞാൻ എപ്പോഴും ഉഷ്ണസ്പർശമാണോ? അല്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ ശീതസ്പർശമാവും. ഇപ്പം സ്പർശശബ്ദത്തിനർത്ഥം എപ്പോഴും വന്നു പോകുന്നതാണ്, സ്വരൂപഭൂതമായതല്ല. അതിനെ സുഷുപ്തസ്ഥനെ സംബന്ധിച്ച് നിഷേധിച്ചാൽ അശരീരനായിരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ച് ആ അർത്ഥമല്ല എടുക്കേണ്ടത്. പിന്നെ ഇവിടെ എന്താ എടുക്കേണ്ടത്? നതു അഗ്നേ ഉഷ്ണപ്രകാശയോ സ്വഭാവഭൂതയോ അഗ്നിനാ സ്പർശ ഇതി ഭവതി. ഉഷ്ണസ്വഭാവവും പ്രകാശ സ്വഭാവവുമാണ് അഗ്നി. ആ അഗ്നിയെ സംബന്ധിച്ച് ഉഷ്ണസ്പർശമില്ല എന്ന് പറയാം. നോക്കൂ, അഗ്നിയുടെ സ്വഭാവമാണ് പ്രകാശവും ഉഷ്ണവും എങ്കിൽ നമ്മൾ അതിനെ അനുഭവിക്കുന്ന ഒരാൾ അതിനെ ഉഷ്ണസ്പർശം എന്ന് പറയും. അഗ്നിയെ സംബന്ധിച്ചോ ഉഷ്ണസ്പർശം എന്ന് പറയില്ല. ആനന്ദരൂപമായിരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ച്, ആത്മാവിൽ പ്രതിഷ്ഠിതനായിരിക്കുന്ന ആളെ സംബന്ധിച്ച് അവിടെ പ്രിയാപ്രിയങ്ങളില്ല. എന്തുകൊണ്ട്? ആനന്ദരൂപമായതുകൊണ്ട്. അതാണ് സവിദുഹു അഗ്നേഹേവ ഉഷ്ണപ്രകാശവത് സ്വരൂപഭൂതസ്യ ആനന്ദസ്യ പ്രിയസ്യാഭിനഹ്യ പ്രതിഷേധ. അഗ്നി, സവിതാവ് സൂര്യൻ തുടങ്ങിയ ഉഷ്ണപ്രകാശ സ്വരൂപങ്ങളോടൊത്തവയ്ക്ക് സവിതുഹു അഗ്നേഹേവ ഉഷ്ണപ്രകാശവത്, ഉഷ്ണവും പ്രകാശവും പോലെ. ആരുടെ? അഗ്നിയുടെയും സൂര്യൻ്റെയും ഉഷ്ണവും പ്രകാശവും പോലെ സ്വരൂപഭൂതമായിരിക്കുന്ന ആനന്ദം. ആ സ്വരൂപഭൂതമായിരിക്കുന്ന ആനന്ദത്തിന് ഇവിടെ പ്രതിഷേധമില്ല. ധർമാധർമ്മ കാര്യങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രിയാപ്രിയങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് അവിടെ പറഞ്ഞ പ്രിയാപ്രിയങ്ങളുടെ വിനാശമുണ്ട് എന്നുള്ളത് ഇവിടേക്ക് നീ കൊണ്ടുവരാൻ പാടില്ല. കാരണം ഇത് സ്വരൂപഭൂതമായതാണ്, ധർമാധർമ്മ കാര്യമായിട്ടുള്ളതല്ല. ബന്ധം വേണേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുമായിട്ട്. അതിന് ശ്രുതി ഉദ്ധരിക്കുന്നു, വിജ്ഞാനമാനന്ദം ബ്രഹ്മോ, വിജ്ഞാനവും ആനന്ദവുമാണ് ബ്രഹ്മമെന്ന് ശ്രുതി. ആനന്ദോ ബ്രഹ്മ, ആനന്ദമാണ് ബ്രഹ്മം. ഇങ്ങനെ അനേക ശ്രുതിവാക്യങ്ങൾ ആനന്ദമാണ് ബ്രഹ്മമെന്ന് സമർത്ഥിക്കും. സത്യം ജ്ഞാനം അനന്തമാനന്ദം ബ്രഹ്മ, വിജ്ഞാനമാനന്ദം ബ്രഹ്മ, ആനന്ദോ ബ്രഹ്മേതി വ്യജാനാത്. ആനന്ദമാണ് ബ്രഹ്മം. എത്രയോ ശ്രുതികളുണ്ട്. ആ ആനന്ദം ധർമാധർമ്മകാര്യമായിട്ട് അനുഭവിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ധർമ്മകാര്യമായിട്ട് അനുഭവിക്കപ്പെടുന്ന പ്രിയമല്ല, മറിച്ച് സ്വരൂപഭൂതമായ ആനന്ദമാണ്. നനു മാത്രമല്ല, ഇവിടെയും ഭൂമായവ സുഖം എന്ന് പറയാൻ പോകുന്നുണ്ട്. ഭൂമാ വൈ സുഖം, അതിശയേന ബൃഹത്തായതാണ് സുഖം, അല്പമായതിൽ സുഖമില്ല എന്നിവിടെ പറയുന്നുണ്ട്. അതിശയേന ബൃഹത്ത് ബ്രഹ്മമാണ്. അതിശയേന ബൃഹത്തായ ബ്രഹ്മം മാത്രമാണ് സുഖം എന്നിവിടെ പറയാൻ പോകുന്നുണ്ട്. അത് സ്വരൂപഭൂതമായ സുഖമാണ്. അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. നനു ഭൂമ്നഃ പ്രിയസ്യ ഏകത്വേ സംവേദ്യത്വാത് സ്വരൂപേണ ഏവ വാ നിത്യ സംവേദ്യത്വ
ത്വത് നിർവിശേഷിത ഇതി ന ഇന്ദ്രസ്യ തദിഷ്ടം നാഹ ഖൽവയം സംപ്രത്യാത്മാനം ജാനാതി അയമഹമസ്മീതി നോ ഏവ ഇമാനി ഭൂതാനി വിനാശമേവാപീതോ ഭവതി നാഹമത്ര ഭോഗ്യം പശ്യാമി ഇത്യുക്തത്വാത് തദ്ഹി ഇന്ദ്രസ്യ ഇഷ്ടം യത് ഭൂതാനി ച ആത്മാനം ച ജാനാതി ന ച അപ്രിയം കിഞ്ചിത് വേത്തി സ സർവാശ്ച ലോകാൻ ആപ്നോതി സർവാശ്ച കാമാൻ ഏന ജ്ഞാനേന. നനു ഭൂമ്നഃ പ്രിയസ്യ ഏകത്വേ അസംവേദ്യത്വാത് സ്വരൂപേണ ഏവ വാ നിത്യസംവേദ്യത്വാത് നിർവിശേഷത ഇതി ന ഇന്ദ്രസ്യ തത് ഇഷ്ടം നാഹ ഖൽവയം സംപ്രത്യാത്മാനം ജാനാതി അയമഹമസ്മീതി നോ ഏവേമാനി ഭൂതാനി വിനാശമേവാപീതോ ഭവതി നാഹമത്ര ഭോഗ്യം പശ്യാമി ഇത്യുക്തത്വാത് തദ്ഹി ഇന്ദ്രസ്യ ഇഷ്ടം യത് ഭൂതാനി ച ആത്മാനം ച ജാനാതി ന ച അപ്രിയം കിഞ്ചിത് വേത്തി സഹ സർവാശ്ച ലോകാൻ ആപ്നോതി സർവാശ്ച കാമാൻ യേന ജ്ഞാനേന. അപ്പം അവിടെ നേരത്തെ പല ഘട്ടങ്ങളായിട്ട് ഇന്ദ്രൻ കൃതാർത്ഥതയെ കണ്ട് ദേവലോകത്തിലേക്ക് തിരിച്ചു പോയതും എന്നാൽ സംശയാലുവായി മടങ്ങി വന്നതും മടങ്ങി വന്നിട്ട് നാഹമത്ര ഭോഗം പശ്യാമി ഇവിടെയൊന്നും സ്വീകരിക്കേണ്ടതായിട്ട് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടതായിട്ടും അപ്പം ബ്രഹ്മാവ് അതേ ഉപദേശം വീണ്ടും നൽകിയതായിട്ടും സൂക്ഷ്മബുദ്ധി സമ്പാദിച്ച് കൂടുതൽ സൂക്ഷ്മതലത്തെ അറിഞ്ഞതായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അവസാനം സുഷുപ്തികാലീനസ്ഥനായ സംപ്രസാദനെ പറഞ്ഞുകൊണ്ട് മറക്കരുത് കൃതാർത്ഥനായി പോയി, പക്ഷേ ഇവിടെയും ഞാനൊരു ഭോഗവും കാണുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. അപ്പോഴാണ് അവസാനം 5 കൊല്ലത്തെ തപസ് വീണ്ടും വിധിച്ചത്. അപ്പോൾ 32 കഴിഞ്ഞിട്ട് നമുക്കത് ചിന്തിക്കണമെങ്കിൽ തന്നെ സാധിക്കില്ല. കാരണം നമുക്ക് അങ്ങനെ 101 കൊല്ലം തപസ് ചെയ്യാൻ ആയുസ്സില്ലല്ലോ. പിന്നെ ഒന്നേ പറ്റൂ, ഈ ജന്മത്തിൽ എത്ര ചെയ്തോ അതിൻ്റെ ബാക്കി അടുത്ത കുപ്പായം ഇട്ട് വന്നിട്ട് ചെയ്യുക, അതേ പറ്റൂ. അപ്പം നമ്മളിപ്പോൾ എത്രാമത്തെ കുപ്പായാന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെ ആ നിഷേധിക്കുന്ന കൂട്ടത്തിൽ ഇന്ദ്രൻ പറഞ്ഞു, നാഹ ഖൽവയം സംപ്രത്യാത്മാനം ജാനാതി. ഏയ്, ഞാനിപ്പോൾ ഇതിലൊന്നും ആത്മാവിനെ കാണുന്നില്ല. അഹമസ്മീതി നോ ഏവ ഇമാനി ഭൂതാനി വിനാശമേവ പീതോ ഭവതി. ഈ പറഞ്ഞ ഭൂതങ്ങളൊന്നും ആത്മാവല്ലെന്ന് ഞാൻ അറിയുന്നു. ഇതെല്ലാം വിനാശത്തെ പ്രാപിക്കുന്നു. നാഹമത്ര ഭോഗ്യം പശ്യാമി. അതുകൊണ്ട് ഇതിൽ ഞാൻ അനുഭവിക്കേണ്ടതായി സ്വീകരിക്കേണ്ടതായി കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും ഉപദേശിക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തദ്ധി ഇന്ദ്രസ്യ ഇഷ്ടം. അപ്പം എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ദ്രൻ്റെ ഇഷ്ടം എന്നാണ് ഇവിടെ ആര് പറയണത്? ശങ്കരാചാര്യ സ്വാമികളല്ല, ശങ്ക ചെയ്യുന്നവൻ പറയുകയാണ്.
ഗുരുവല്ല, ശിഷ്യൻ ചോദിക്കുകയാണ്. യദ്ധി തദ്ധി ഇന്ദ്രസ്യ ഇഷ്ടം, ഇന്ദ്രൻ അതാണ് ഇഷ്ടം. യത് ഭൂതാനി ച ആത്മാനം ച ജാനാതി നച അപ്രിയം കിഞ്ചിത് വേത്തി. ആ ജ്ഞാനമാണ് ഇന്ദ്രന് ഇഷ്ടം. യാതൊരു ജ്ഞാനത്താൽ സമ്പൂർണ്ണ ഭൂതങ്ങളെയും സകല ഭൂതങ്ങളെയും തന്നെയും അറിയുന്നുവോ, ഒരപ്രിയാനുഭവവും ഇല്ലയോ, ശ്രദ്ധിക്കണേ, ഒരപ്രിയാനുഭവവും ഇല്ലയോ, യാതൊരു ജ്ഞാനത്താൽ സർവഭൂതങ്ങളെയും തന്നെയും അറിയുന്നുവോ, തദ്ധി ഇന്ദ്രസ്യ ഇഷ്ടം യത് ഭൂതാനി ചാത്മാനം ച ജാനാതി. വ്യക്തമാണല്ലോ. സകല ഭൂതങ്ങളെയും തന്നെയും അറിയുന്ന ജ്ഞാനം ഏതാണോ അതാണ് ഇന്ദ്രന് ഇഷ്ടം. പിന്നെയോ അപ്രിയം ച കിഞ്ചിത് നവേത്തി, ഒരപ്രിയത്തെയും അറിയുന്നില്ലയോ, അങ്ങനെയുള്ള അറിവാണ് ഇന്ദ്രന് ഇഷ്ടം. സർവാശ്ച ലോകാനാപ്നോതി, സർവ്വലോകങ്ങളെയും യാതൊരറിവ് കൊണ്ട് നേടുന്നുവോ, സർവാശ്ച കാമാൻ, എല്ലാ കാമങ്ങളെയും ഏതൊരറിവ് കൊണ്ട് നേടുന്നുവോ, ഏന ജ്ഞാനേന, യാതൊരു ജ്ഞാനം കൊണ്ട് നേടുന്നുവോ ആ അറിവാണ് ഇന്ദ്രന് ഇഷ്ടം. സ്വരൂപഭൂതമായ അറിവ് എന്ന് പറയാൻ പറ്റില്ല ഇതിനെ. പറ്റുമോ? ഏന ജ്ഞാനേന ജാനാതി എന്ന് പറഞ്ഞാൽ യാതൊരറിവ് കൊണ്ട് അറിയുന്നുവോ എന്ന് പറഞ്ഞാൽ അവിടെ സ്വരൂപഭൂതമല്ല. അപ്പം അങ്ങനെയുള്ള അറിവാണ് ഇന്ദ്രന് ഇഷ്ടം എന്ന് പറഞ്ഞൂടെ? അപ്പം മറുപടി, സത്യം, നീ പറഞ്ഞത് വളരെ ശരിയാണ്, സത്യമാണ്. സത്യം, ഏതദിഷ്ടം ഇന്ദ്രസ്യ ഇമാനി ഭൂതാനി മത്തഃ അന്യാനി ലോകാഃ കാമാശ്ച സർവം മത്തഃ അന്യേ അഹമേഷാം സ്വാമീതി നതു ഏതത് ഇന്ദ്രസ്യ ഹിതം. ഹിതം ച ഇന്ദ്രസ്യ പ്രജാപതിന വക്തവ്യം. വ്യോമവത് അശരീരാത്മതയാ സർവഭൂതലോകകാമാത്മത്വോപഗമേന യാ പ്രാപ്തി തദ് ഹിതം ഇന്ദ്രായ വക്തവ്യമിതി പ്രജാപതിന അഭിപ്രേതം. നതു രാജ്ഞഃ രാജ്യാപ്തിവത് അന്യത്വേന. തത്രൈവം സതി കം കേന വിജാനീയാത് ആത്മൈകത്വേ ഇമാനി ഭൂതാനി അയമഹമസ്മീതി. ഭാഷ്യകാരൻ മറുപടി പറയുകയാണ്, സത്യം, ഏതദിഷ്ടം ഇന്ദ്രസ്യ ഇമാനി ഭൂതാനി മത്തഃ അന്യാനി ലോകാഃ കാമാഃ ച സർവം മത്തഃ അന്യേ അഹം യേഷാം സ്വാമി ഇതി. നതു ഏതദിന്ദ്രസ്യ ഹിതം. ഹിതം ച ഇന്ദ്രസ്യ പ്രജാപതിന വക്തവ്യം. സത്യം, നീ പറഞ്ഞിപ്പോൾ സത്യമാണല്ലോ. എന്താ നീ പറഞ്ഞത്? ഇതാണ് ഇന്ദ്രന് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു. അത് നീ പറഞ്ഞത് ശരിയാ, അത് തന്നെയാണ് ഇന്ദ്രന് ഇഷ്ടം. പക്ഷെ ഇഷ്ടം പറയാനല്ലല്ലോ ശാസ്ത്രം. വിശേഷിച്ചും വേദാന്ത ശാസ്ത്രം ഇഷ്ടം പറയാനല്ല, പ്രിയം പറയാനല്ല, പിന്നെയോ ഹിതം പറയാനാണ്. അത് ഇന്ദ്രന് ഹിതമല്ല. നീ പറഞ്ഞത് ശരിയാണ്, ഇന്ദ്രന് ഇഷ്ടം അത് തന്നെയാണ്. എന്നിൽ നിന്ന് ഭിന്നങ്ങളാണ് മറ്റു ലോകങ്ങൾ, എന്നിൽ നിന്ന് ഭിന്നങ്ങളാണ് മറ്റു ഭൂതങ്ങൾ. മറ്റെല്ലാ കാമങ്ങളും എന്നിൽ നിന്ന് ഭിന്നങ്ങളാണ്. അത് ഞാൻ അവയുടെയൊക്കെ സ്വാമിയാണ്, യജമാനനാണ് എന്നൊക്കെ പറയുന്നതാണ് ഇന്ദ്രന് ഇഷ്ടം. എന്നാൽ നതു ഇന്ദ്രസ്യ ഹിതം, അത് ഇന്ദ്രൻ്റെ ഹിതമല്ല. ആത്മഭിന്നമായിട്ടുള്ള മറ്റൊന്നിനെ കാണുന്നു,
ആ ആത്മഭിന്നമായി കാണപ്പെടുന്നതിനെ അനുഭവിക്കുന്നതാണ് എനിക്ക് നല്ലത്, അതാണ് എനിക്ക് പ്രിയം എന്ന് കണക്കാക്കുന്നത് ഇന്ദ്രന് ഇഷ്ടമാണ്. പക്ഷേ അത് ഇന്ദ്രന് ഹിതം അല്ല. ഹിതം ച ഇന്ദ്രസ്യ പ്രജാപതിന വക്തവ്യം. അപ്പം ഇന്ദ്രൻ്റെ ഹിതം എന്താണ്? അത് ഇന്ദ്രനറിയോ? ഇന്ദ്രൻ്റെ പ്രിയം ഇന്ദ്രനറിയാം, ഇന്ദ്രൻ്റെ ഹിതം ഇന്ദ്രനറിയോ? ഇല്ല. അപ്പം അതാര് പറയണം? ഗുരുവാൽ പറയപ്പെടണം, പ്രജാപതിയാൽ പറയപ്പെടണം. തച്ച ഇന്ദ്രസ്യ കിം ഹിതമിതി പ്രജാപതിന വക്തവ്യമേവ. എന്താണ് ഇന്ദ്രന് ഹിതമായിട്ടുള്ളത്? അത് പ്രജാപതിയാൽ ബ്രഹ്മാവിനാൽ പറയപ്പെടേണ്ടതാണ്. വ്യോമവത് അശരീരാത്മതയാ സർവഭൂതലോകകാമാ ആത്മത്വോപഗമേന യാ പ്രാപ്തി തത് ഹിതം ഇന്ദ്രായ വക്തവ്യമിതി പ്രജാപതിന അഭിപ്രേതം. സർവവ്യാപിയായി ശരീരരഹിതമായി സർവലോക കാമ ആത്മഭാവങ്ങളെയും നേടിയിരിക്കുന്ന യാതൊരു പ്രാപ്തിയുണ്ടോ അതാണ് ഇന്ദ്രന് ഹിതമായതെന്ന് ബ്രഹ്മാവിനാൽ പറയപ്പെടേണ്ടതാകുന്നു. ഇന്ദ്രന് പ്രിയം എന്താ പറഞ്ഞേ? എന്നിൽ നിന്ന് ഭിന്നമായിട്ട് വിഷയങ്ങളും ലോകങ്ങളും അവയെ ഞാൻ അനുഭവിക്കുന്നു, അപ്പോൾ സുഖമുണ്ട് എന്നുള്ളതാണ് ഇന്ദ്രന് ഇഷ്ടം. പക്ഷെ അതല്ല ഇന്ദ്രൻ്റെ ഹിതം. ഇന്ദ്രൻ്റെ ഹിതം എന്ന് പറഞ്ഞാൽ സർവവ്യാപിയും അശരീരവുമായിരിക്കുന്ന ആത്മഭാവം, സർവലോക സർവകാമാത്മത്വം, സർവലോക സർവകാമങ്ങളെയും നേടുന്ന ആ സർവാത്മഭാവം. അവിടെ ആത്മഭിന്നമായിട്ടൊന്ന് ഭോഗ്യം, ആ ഭോഗ്യത്തെ അനുഭവിക്കുന്ന ഭോക്താവ് എന്നുള്ളതല്ല. യാ പ്രാപ്തി, യാതൊരു പ്രാപ്തിയുണ്ടോ, സർവാത്മഭാവപ്രാപ്തി, അതാണ് അത് ഹിതം, അതാണ് ഹിതം. ആ ഹിതമായത് ഇന്ദ്രായ വക്തവ്യം, ഇന്ദ്രനായിക്കൊണ്ട് വക്തവ്യമാണ്, പറഞ്ഞു കൊടുക്കപ്പെടേണ്ടതാണ്. ഇത് പ്രജാപതിനാഭിപ്രേതം, ഇതാണ് പ്രജാപതിയുടെ അഭിപ്രായം. ഇന്ദ്രന് ഹിതമാണ്, പ്രിയമാണെന്ന് നിങ്ങൾ പറഞ്ഞ സമ്മതിച്ചു. പക്ഷേ ഇന്ദ്രന് ഹിതമല്ല. ഗുരുനാഥൻ്റെ താല്പര്യം ശിഷ്യന് ഹിതം ഉപദേശിക്കുക എന്നാണ്, പ്രിയം ഉപദേശിക്കുകയല്ല. പ്രിയം ഉപദേശിക്കാൻ പലരും ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ നത്തു രാജ്ഞഃ രാജ്യാപ്തിവത് അന്യത്വേന, രാജാവിന് രാജ്യാപ്തി പോലെ അന്യത്വേന ഉള്ള പ്രാപ്തി അല്ല ഹിതം. രാജാവിന് രാജ്യം നേടി, വേറെ രാജ്യം നേടി, സന്തോഷമായി. വേറെ രാജ്യം നേടി, സന്തോഷമായി. ഈ രാജ്യാപ്തി പോലെ, രാജ്യാപ്തി എന്താണ്? അന്യമാണല്ലോ. രാജാവിൽ നിന്ന് അന്യമായ രാജ്യത്തെയാണല്ലോ നേടുന്നത്. അതുപോലെ അന്യമായതിൻ്റെ അവാപ്തി അല്ല ഹിതം, സ്വരൂപാവാപ്തിയാണ്. തത്രൈവം സതി കം കേന വിജാനീയാത് ആത്മൈകത്തെ ഇമാനി ഭൂതാനി അയമഹമസ്മി. തത്രൈവം സതി, അങ്ങനെയായിരിക്കെ, കം കേന വിജാനീയാത്, എത്ര സർവതു ആത്മൈവാഭൂത് തത്ര കേന കം വിജാനീയാത്, എവിടെ എല്ലാം താൻ തന്നെ ആയിരിക്കുന്നുവോ അവിടെ എന്തിനെ കൊണ്ട് എന്തിനെ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ല? എവിടെ എല്ലാം താൻ തന്നെ ആയിരിക്കുന്നു അവിടെ എന്തിനെ കൊണ്ട് എന്തിനെ അറിയും? അറിയണമെങ്കിൽ അറിയുന്ന ഞാൻ അറിയപ്പെടുന്നതിൽ നിന്ന് ഭിന്നമായിട്ട് വേണം. എല്ലാം താൻ തന്നെ എന്നുള്ള ബോധത്തിൽ എന്തിനെ കൊണ്ടറിയും? ഒന്നുമില്ല. അവിടെ അറിയപ്പെടുന്നവന് അറിവ്, അറിയപ്പെടുന്നത് എന്നുള്ള ഭേദം അസ്തമിച്ചിരിക്കുന്നു. അത് ഇന്ദ്രന് പ്രിയമല്ല, പക്ഷേ ഹിതം ആണ്. ഇമാനി ഭൂതാനി അയമഹമസ്മി, ഈ ഭൂതങ്ങളെല്ലാം ഈ ഞാൻ തന്നെയാകുന്നു എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ അവിടെ അന്യമായി മറ്റൊന്ന് ഇല്ല.
നനു അസ്മിൻ പക്ഷേ സ്ത്രീഭിർവാ യാനൈർവാ സയതി പിതൃലോകകാമഃ ഭവതി സ ഏകധാ ഭവതി ഇത്യാദി ഐശ്വര്യശ്രുതയഃ അനുപപന്നാഃ. ഉടനെ ശങ്ക ചെയ്യുന്ന ആൾ പുതിയൊന്നും കയറി പിടിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ശങ്ക മാത്രമല്ല, ചെറിയൊരു പൂർവപക്ഷം പോലെയുള്ള ശങ്കയാണ് ഇപ്പോൾ ഈ പറയണത്. എന്താണ് പറയണത്? നനു അസ്മിൻ പക്ഷേ സ്ത്രീഭിർവാ യാനൈർവാ സയതി പിതൃലോകകാമഃ സ ഏകധാ ഭവതി ഇത്യാദി ഐശ്വര്യശ്രുതയഃ അനുപപന്നാഃ. ഈ പക്ഷത്തിൽ, ഏത് പക്ഷത്തിൽ? സർവാത്മാവ് എന്നുള്ള പക്ഷത്തിൽ, അതായത് അറിയുന്നവൻ എന്ന ഭേദം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞ പക്ഷത്തിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ പ്രശ്നം? നേരത്തെ പറഞ്ഞില്ലേ, ഈ ആത്മവിജ്ഞാനി ഏകത്വദർശി സ്ത്രീകളോടുകൂടെയോ യാനങ്ങളോടുകൂടെയോ രമിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവൻ സ്ത്രീ കാമനായാൽ അവൻ എല്ലാ സ്ത്രീകളും വന്ന് ഇങ്ങോട്ട് പ്രാപിക്കും. അവൻ ധനകാമനായാൽ എല്ലാ ധനവും അവനെ പ്രാപിക്കും. അവൻ ലോകകാമനായാൽ എല്ലാ ലോകങ്ങളും അവനെ ഇങ്ങോട്ട് വന്ന് പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത ആൾ സ്ത്രീയുടെ പിന്നാലെ പോവുക ചെയ്യണത്. ഇത് സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞ് വീഴുകയാണ്. ലോകം മുഴുവൻ എന്നെ എടുത്തോളൂ പറഞ്ഞ് വീഴുകയാണ്. ആ സർവകാമാപ്തി എന്ന് നേരത്തെ പറഞ്ഞ ഫലത്തിന് ദോഷമുണ്ടല്ലോ. എല്ലാം ഒന്നാണെങ്കിൽ ഈ പറഞ്ഞത് സാധിക്കുമോ? അതാണ് സ്ത്രീഭിർവാ യാനൈർവാ സയതി പിതൃലോകകാമഃ ഭവതി. അവൻ പിതൃലോകകാമനാണെങ്കിൽ അവൻ പിതൃലോകത്തിലെത്തുന്നു എന്ന് നേരത്തെ പറഞ്ഞു. അവൻ സുവർണകാമനാണെങ്കിൽ സുവർണം അവനിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ചിലപ്പോൾ ചിലർ സംശയിക്കും, അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോന്ന് കിട്ടണത് ഒക്കെ നമുക്ക് ഈ വിജ്ഞാനത്തിൻ്റെ ഫലമാണെന്ന് പറയാൻ പറ്റുമെന്ന്. അവൻ ബിരിയാണി ചെമ്പ് ആഗ്രഹിച്ചാൽ ബിരിയാണി ചെമ്പ് അവൻ്റെ അടുത്തേക്ക് എത്തുന്നു എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റുമോ? അത് വേറെ തട്ടിപ്പ്, അത് വേറെയാണ്. അത് സർവജ്ഞതയുടെ ഫലരൂപമല്ല, വേറെ ചില അജ്ഞതയുടെ ഫലരൂപമാണ്. അറിവുകൾ തന്നെ, അറിവിൻ്റെ ഫലം തന്നെയാണ് അത്, അല്ലേ? അല്ല, അതെ. അതൊക്കെ സ്വപ്നാശ്രയം, അത്രയേ ഉള്ളൂ. സ്വപ്നാശ്രയത്തിൻ്റെ ഫലമായിട്ട് ഒക്കെ വന്നു ചേരുന്നതാണത് ബിരിയാണി ചെമ്പൊക്കെ. ഇതല്ല, ഇത് ജ്ഞാനാശ്രയമാണ്, ജ്ഞാനസ്വരൂപമാണ്. ഇതാണ് വ്യത്യാസം. വളരെ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള സംശയം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണ്. അതുപോലെ ഏകധാഭവതി, അവൻ ഏകപ്രകാരത്തിലെല്ലാമായി ഭവിക്കുന്നു എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ഐശ്വര്യശ്രുതയ, ഐശ്വര്യപ്രാപ്തിയുടെ ശ്രുതികൾ അനുപപന്നാഹ, യോജിക്കാതെ വരുമല്ലോ. ഏകത്വമാണെങ്കിൽ മനസ്സിലായില്ലേ? അനുഭവിക്കുന്നവനും അനുഭവിക്കപ്പെടുന്നതും എന്ന രണ്ടുണ്ടെങ്കിലല്ലേ ഇതൊക്കെ യോജിക്കൂ എന്ന് ചോദിക്കുകയാണ്. മറുപടി നാ സർവാത്മനഃ സർവഫലസംബന്ധോപപത്തേഃ അവിരോധാത് മൃദൈവ സർവഘടകരകുണ്ടാദ്യ ആപ്തിഃ. ന സർവാത്മനഃ സർവഫലസംബന്ധോപപത്തേഃ അവിരോധാത് മൃദ ഇവ സർവഘടകരകുണ്ടാദ്യാപ്തിഃ. അത് നീ പറഞ്ഞത് ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? സർവാത്മാവായിരിക്കുന്നവന് സർവഫല സംബന്ധവും ഉണ്ടാവാലോ, അതിനെന്താ വിരോധം? സർവാത്മാവായിരിക്കുന്നവന് സർവഫല സംബന്ധോപപത്തേഃ അവിരോധാത്, സർവ ഫലസംബന്ധങ്ങളും വന്നു ചേരുന്നു എന്നുള്ളതിന് യോജിക്കായിക ഒന്നും ഇല്ല. അവൻ പരിമിതമായത് സങ്കല്പിക്കാൻ പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യമേ വേറെ നമ്മൾ ചിന്തിക്കണ്ടു.
അത് വേറെ പ്രകൃതത്തിൽ ചിന്തിക്കേണ്ടതാണ്. അവൻ പലത് ആഗ്രഹിക്കാൻ പോകുന്നുണ്ടോ എന്നുള്ള അത് വേറെ പ്രകൃതത്തിൽ. ഇവിടെ ശ്രുതി പറഞ്ഞത് അവൻ എന്ത് സങ്കല്പിച്ചോ അത് അവനുള്ളതാണ്. അതായത് സർവകാമാപ്തി എന്നുള്ള ഫലമാണ് അവിടെ പറയുന്നത്. അപ്പോൾ സർവാത്മാവായിരിക്കുന്നവന് സർവഫലങ്ങളുമായി സംബന്ധമുണ്ടാകുക എന്നുള്ളതിന് യോജിക്കായിക ഒന്നും ഇല്ല. ഏതുപോലെ ഒരു ഉദാഹരണം പറയുന്നു, മണ്ണിന് ഏത് കുടത്തിൻ്റെ ആകാരമാകാനും ഏത് കൂജയുടെ ആകാരമാകാനും ഏത് കലത്തിൻ്റെ ആകാരമാകാനും ഇനി കുണ്ടം തുടങ്ങി പ്രത്യേകം പൂച്ചട്ടികൾ, ഹോമകുണ്ടങ്ങൾ, ഇങ്ങനെ പല ആകൃതിയിലേക്കാവാം ഒരേ മണ്ണിന്. അതിന് വിരോധമില്ല. അതൊക്കെ ആകുമ്പോഴും മണ്ണ് മണ്ണായിരിക്കുന്നു എന്നതുപോലെ സർവാത്മഭാവത്തെ പ്രാപിച്ചിരിക്കുന്ന വിജ്ഞാനി ഏതൊരു ഭാവത്തെ വേണമെങ്കിലും പ്രാപിക്കാം. ഏത് ഭാവത്തെയെന്ന് പറയാൻ പറ്റില്ല. ഒരു ദൃഷ്ടാന്തം ഇന്നലെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഓർമ്മ വന്നതായതുകൊണ്ട് ഇന്ന് ഓർമ്മ വരികയാണ്. എന്താ ചെയ്യാം അല്ലേ? ഇന്നലെ പ്രസംഗത്തിൽ ഓർമ്മ വന്നത് അത് ഇവിടെയും പറയുക. ഒരിക്കൽ ശ്രീരാമകൃഷ്ണദേവന് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുവാണ് രസഗുള. അപ്പോൾ ഒരു കൂട്ടർ രസഗുള കൊണ്ടുകൊടുത്തു. അങ്ങനെ അതെല്ലാം ആസ്വദിച്ച് കഴിക്കാൻ പുറപ്പെടുമ്പോഴാണ് ഒരു കുട്ടിയും ഒരു അച്ഛനും കൂടി വരുന്നത്. ഉടനെ വസ്ത്രം കൊണ്ട് മെല്ലെ മറച്ചു വെച്ചു. അതായത് വസ്ത്രം കൊണ്ട് രസഗുള പാത്രമേ മറച്ചു വെച്ചു. അത് ഞാൻ കുട്ടി പോയി നോക്കിയിട്ടാണ്, ഒക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതെടുക്കണത്. അതായത് എന്തൊരു ദുഷ്ടനല്ലേ! ആ കുട്ടിക്ക് 2 കഷ്ണം കൊടുത്തുകൂടെ ഇരുന്നോ? എന്നാൽ നമ്മൾ ധാർമ്മികമായി ചിന്തിക്കുക. അവിടുന്ന് അവിടുന്ന് ആ കുട്ടിയാണ്. ഒരു കുട്ടിക്ക് എന്താ ഉണ്ടാവുക? വേറൊരു കുട്ടി വന്നാൽ കൊടുക്കണ്ടെന്നാണ് ഉണ്ടാവുക, കൊടുക്കണമെന്നാണ് ഉണ്ടാവുക, കൊടുക്കണ്ടെന്നാണ് ഉണ്ടാവുക. ആ കുട്ടിയുടെ സ്വയം കുട്ടി, അത്രയേ ഉള്ളൂ. മറ്റെന്താ? അത് കഴിഞ്ഞ് ആ കുട്ടി പോയിട്ട് ഏന്തി നോക്കി പോയി എന്ന് ഉറപ്പ് വരുത്തിട്ടാണ് ഇതെടുത്തിട്ട്. എന്താ പറയാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ട് ഇന്ന ഭാവത്തെ പ്രാപിക്കാൻ പറ്റുമെന്ന് താൻ നിശ്ചയിക്കണതല്ല. മണ്ണ് കുടമായി, കൂജയായി, ചട്ടിയായി, വട്ടിയായി എന്ന് പറഞ്ഞ പോലെ ഏത് ഭാവത്തെ പ്രാപിക്കുമ്പോഴും അത് തന്നെ എന്നുള്ള ബോധത്തിൽ ഉറച്ചിരിക്കുന്ന ആൾക്ക് ഏത് ഭാവവും പ്രാപിക്കാം. നനു സർവാത്മത്വേ ദുഃഖസംബന്ധ അപി സ്യാദിതി ചേത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, വളരെ പ്രസക്തമായ ചോദ്യമാണ്. നനു സർവാത്മത്വേ ദുഃഖസംബന്ധ അപി സ്യാത് ഇത് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ സർവാത്മാവായിരിക്കുന്ന ആൾക്കും ദുഃഖവും വന്നു ചേരാലോ. എന്താ അഭിപ്രായം? ഇങ്ങനെ ഏത് ഭാവത്തെ പ്രാപിക്കാച്ചാൽ സർവാത്മാവിന് ദുഃഖവും വന്നു ചേർന്നൂടെ? മറുപടി അവിടുന്ന് ദുഃഖം അഭിനയിക്കുക, ദുഃഖം വരില്ല. ഏറ്റവും വലിയ ദുഃഖിയായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക, അതൊക്കെ ചെയ്യാം. പക്ഷെ ദുഃഖം ഉണ്ടാവില്ല. അത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടത്. 2 സന്ദർഭങ്ങളിൽ. 1 പ്രാവശ്യം കൈ പൊട്ടിയിരുന്നു, എന്നിട്ട് കൈയൊക്കെ വെച്ച് കെട്ടിയൊക്കെ ഇരുന്നു. വേറെ അവസാന കാലത്ത് കലശലായ ക്യാൻസർ രോഗമായിരുന്നു കണ്ഠത്തിൽ. അപ്പോൾ ആൾക്കാരൊക്കെ വരുമ്പോൾ ഒച്ചത്തിൽ വിളിച്ച് കരയും, അയ്യോ വേദനയാവണോ, കഷ്ടപ്പാടാണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും പോവും, പാവം വിശ്രമിച്ചോട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവരും പോയി എന്ന് കണ്ടാൽ അന്തരംഗ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു കൂട്ടും. എന്നിട്ട് പിന്നെ അവിടെ വേദാന്ത ചർച്ചകൾ, ഉപദേശങ്ങൾ ഒക്കെയാണ്. അപ്പോൾ അതെന്താ അങ്ങനെയാണ്. അപ്പോൾ ദുഃഖസംബന്ധം ഉണ്ടായിക്കൂടെ? എന്നാ ദുഃഖസ്യ അഭി ആത്മത്വോപഗമാത് അവിരോധ. ആത്മനി
അവിദ്യാകൽപ്പനാ നിമിത്താനി ദുഃഖാനി രജ്വാമിവ സർപ്പാദികൽപ്പനാ നിമിത്താനി സാ ച അവിദ്യാ സ്വരൂപദർശനേന നിമിത്തോച്ഛിന്ന ഇതി ദുഃഖ സംബന്ധാശങ്ക ന സംഭവതി. ന ദുഃഖസ്യ അപി ആത്മത്വോപഗമാത് അവിരോധഃ ആത്മനി അവിദ്യാകൽപ്പനാ നിമിത്താനി ദുഃഖാനി രജ്വാമിവ സർപ്പാദികൽപ്പനാ നിമിത്താനി സാ ച അവിദ്യാ ശരീരാത്മൈകത്വസ്വരൂപദർശനേന അങ്ങനെയല്ല. സാ ച അവിദ്യ അശരീരാത്മൈകത്വസ്വരൂപദർശനേന ദുഃഖനിമിത്തോച്ഛിന്ന ഇതി ദുഃഖസംബന്ധാശങ്ക ന സംഭവതി. അപ്പോൾ പറയുകയാണ്, ഒരിക്കലും ഇല്ല, സർവാത്മാവായിരിക്കുന്ന ആൾക്ക് ദുഃഖം ഇല്ല. ദുഃഖസ്യാപി ആത്മത്വോപഗമാത്, ദുഃഖവും അവിടെ ആത്മാവ് തന്നെയാണ്. എല്ലാം ആത്മാവെന്ന് പറഞ്ഞാൽ ഒരാൾ പറയുകയാണ് ദുഃഖമുണ്ട്, എന്നാൽ ദുഃഖം ആത്മാവ് തന്നെയാണ്. ഒരാൾ സുഖമുണ്ട് എന്നാണ്, സുഖാത്മാവാണ്. ആത്മഭിന്നമായിട്ടൊന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾ ദുഃഖം അയാൾക്ക് ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ചാൽ അതും അയാളെ സംബന്ധിച്ച് ആത്മാഭിന്നമാണ്. ആത്മാവിൽ അവിദ്യ കൊണ്ട് കൽപ്പിക്കുന്നത് ഹേതുവായിട്ടാണ് ദുഃഖങ്ങൾ വന്നു ചേരുന്നത്. അവിദ്യ ഹേതുവായി അന്യവസ്തു ആരോപങ്ങൾ ആത്മാവിൽ ചെയ്യുന്നത് കൊണ്ടാണ് ദുഃഖങ്ങൾ വന്നു ചേരുന്നത്. രജ്വാമിവ സർപ്പാദികൽപ്പന നിമിത്താനി, കയറ് തുടങ്ങിയവയിൽ പാമ്പ് തുടങ്ങിയവയുടെ കൽപ്പനകൾ ചെയ്യുന്നത് പോലെ, കയറ് തുടങ്ങിയവയിൽ പാമ്പ് തുടങ്ങിയവയുടെ കൽപ്പന ചെയ്യുന്നത് പോലെ തന്നിൽ അന്യവസ്തു കൽപ്പനകളുടെ ഫലമായിട്ടാണ് ദുഃഖങ്ങൾ വന്നു ചേരുന്നത്. സാച അവിദ്യ, അത് അവിദ്യയാണ്. അശരീരാത്മൈകത്വ സ്വരൂപദർശനേന, അശരീരമായ ആത്മാവാണ് ഞാൻ, അശരീരമായ ആത്മാവാണ് ഞാൻ എന്നുള്ള സ്വരൂപദർശനത്തിൽ ദുഃഖനിമിത്തം ഇല്ലാതാക്കപ്പെടുന്നു. ദുഃഖനിമിത്തം എന്താ? അവിദ്യ. അവിദ്യ ഇല്ലാതാക്കപ്പെടുന്നു എന്നുള്ളതിനാൽ ദുഃഖസംബന്ധാശങ്ക പോലുമില്ല. ആർക്ക്? സർവാത്മാവിന്, സർവാത്മദർശിക്ക് ദുഃഖത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ല. ശുദ്ധസത്വസങ്കല്പ നിമിത്താനാം തു കാമാനാം ഈശ്വരദേഹ സംബന്ധഃ സർവഭൂതേഷു മാനസാനാം പര ഏവ സർവസത്വോപാധിദ്വാരേണ ഭോക്ത ഇതി സർവാവിദ്യാകൃത സംവ്യവഹാരാണാം പര ഏവ ആത്മാസ്പദം ന അന്യഃ അസ്തീതി വേദാന്തസിദ്ധാന്തഃ. ശുദ്ധസത്വസങ്കല്പനിമിത്താനാം തു കാമാനാം ഈശ്വരദേഹസംബന്ധഃ സർവഭൂതേഷു മാനസാനാം പര ഏവ സർവസത്വോപാധിദ്വാരേണ ഭോക്ത ഇതി സർവാവിദ്യാകൃത സംവ്യവഹാരാണാം പര ഏവ ആത്മാ
ആസ്പദം ന അന്യഃ അസ്തീതി വേദാന്ത സിദ്ധാന്തഃ. ശുദ്ധസത്വസങ്കല്പനിമിത്താനാം കാമാനാം മാനസാനാം ഈശ്വരദേഹസംബന്ധഃ സർവഭൂതേഷു പര ഏവ സർവസത്വോപാധിദ്വാരേണ ഭോക്താ ഇതി സർവാവിദ്യാകൃതസംവ്യവഹാരാണാം പര ഏവ ആസ്പദം. ശുദ്ധ സത്വ സങ്കല്പ നിമിത്തങ്ങളായിരിക്കുന്ന കാമങ്ങൾ, ശുദ്ധ സത്വ സങ്കല്പ നിമിത്തങ്ങളായിരിക്കുന്ന കാമങ്ങൾ അല്ലെങ്കിൽ സുഖങ്ങൾ. അതേതായിരിക്കും? ഇത് സാധനാഘട്ടത്തിലുള്ളതാവാനാ സാധ്യത, അല്ലേ? സാധനാഘട്ടത്തിലുള്ള ശുദ്ധ സത്വമായിരിക്കുന്ന സങ്കല്പം ഹേതുവായിട്ടുണ്ടാകുന്ന കാമങ്ങൾ, ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങളുടെ പരിണാമമായിരിക്കുന്ന സുഖരൂപങ്ങൾ, ഇവ വന്നു ചേരുന്നു. അതെങ്ങനെയുള്ളതാ? മാനസങ്ങളാണ്. മാനസികങ്ങളായ കൽപ്പനകളുടെ ഫലമായി വന്നു ചേരുന്ന സുഖരൂപങ്ങൾ. ആ സുഖരൂപമായിരിക്കുന്നവ ഈശ്വരദേഹ സംബന്ധ, അവയ്ക്ക് ഈശ്വരദേഹ സംബന്ധിത്വമുണ്ട്. അതെങ്ങനെയത് എന്ന് ചോദിച്ചാൽ, പര ഏവ സർവസത്വോപാധിദ്വാരേണ ഭോക്താ ഇതി സർവഭോഗങ്ങളുടെയും ഭോക്താവ് വാസ്തവത്തിൽ സത്വോപാധിദ്വാരേണ പരൻ തന്നെയാണ് എന്നിവിടെ ഉറപ്പുണ്ട്. ഈ തലത്തിൽ നോക്കൂ, പര ഏവ സർവസത്വോപാധിദ്വാരേണ ഭോക്താ ഇതി, പരൻ തന്നെയാണ് സർവസത്വോപാധിദ്വാരേണ ഭോക്താവായിരിക്കുന്നത്. എന്തിൻ്റെ ഭോക്താവായിരിക്കുന്നത്? സുഖവിഷയങ്ങളുടെ, പ്രിയങ്ങളുടെ ഭോക്താവായിരിക്കുന്നത്. അപ്പോൾ സർവ അവിദ്യാകൃതങ്ങളായിരിക്കുന്ന വ്യവഹാരങ്ങളുടെയും വാസ്തവത്തിലുള്ള ആസ്പദമാരാണ്? നോക്കൂ, സർവ അവിദ്യാകൃതങ്ങളായിരിക്കുന്ന വ്യവഹാരങ്ങളുടെയും വാസ്തവത്തിലുള്ള ആസ്പദമാരാണ്? പരയേവ, പരൻ തന്നെയാണ്. ന അന്യഃ അസ്തി, അല്ലാതെ അവനിൽ നിന്ന് ഭിന്നമായിട്ടൊന്ന് ഇല്ല. ഇത് വേദാന്ത സിദ്ധാന്തഃ, ഇത് വേദാന്തത്തിൻ്റെ സിദ്ധാന്തമാണ്. അപ്പോൾ നീ പറയുന്ന സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾ അയാൾക്ക് അനുഭവത്തിൽ വരില്ലേ? വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സാധനാഘട്ടത്തിൽ ചെയ്ത കർമ്മങ്ങളുടെയോ സങ്കല്പങ്ങളുടെയോ ഫലരൂപമായിട്ട് അയാൾക്ക് സുഖദുഃഖാദ്യ അനുഭവങ്ങൾ ഇപ്പോൾ വരില്ലേന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അയാൾക്ക് വന്നു ചേരുന്ന സുഖദുഃഖാദ്യ അനുഭവങ്ങളിലും അയാൾക്ക് പരമാത്മദൃഷ്ടി ഉണ്ട്. ആ സുഖദുഃഖാദി അനുഭവങ്ങളുടെയും ആസ്പദം പരൻ തന്നെയാണെന്ന ബോധം അയാൾക്കുണ്ട്. മനസ്സിലായിട്ടില്ല പലർക്കും. നോക്കൂ, ദുഃഖസംബന്ധം ഉണ്ടായിക്കൂടെ എന്നാ ചോദിച്ചു. ഉണ്ടാവില്ല പറഞ്ഞു. ദുഃഖവും ആത്മാവ് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ചോദിക്കുന്നത്, ശുദ്ധ സത്വസങ്കല്പ നിമിത്തങ്ങളായിരിക്കുന്ന കാമങ്ങൾ, മാനസങ്ങളായിരിക്കുന്നവ, അതോ പറയാണ് അത് ഈശ്വര ദേഹ സംബന്ധമാണ് അതിനുള്ളത്. അയാളെ സംബന്ധിച്ച് ഈശ്വര ഭിന്നമായിട്ടൊന്നുമില്ല. ഇപ്പോൾ സുഖം ദുഃഖം തുടങ്ങി എന്ത് ദ്വന്ദ്വം വന്നാലും അയാളെ സംബന്ധിച്ചത് ഈശ്വര ഭാവം തന്നെയാണ്. അതെങ്ങനെയെന്ന് ഒന്നുകൂടി വ്യക്തമായി പറയുന്നു. സത്വോപാധിദ്വാരേണ ഭോക്താവായിരിക്കുന്നത് പരൻ തന്നെയാണെന്ന ബോധം അയാൾക്ക് ഉറച്ചിട്ടുണ്ട്. പരനിൽ നിന്ന് ഭിന്നനായിട്ട് ഒരു ഭോക്താവ് അയാളെ സംബന്ധിച്ച് ഇല്ല, സർവാത്മാവിനെ സംബന്ധിച്ചില്ല.
അതുകൊണ്ട് സർവാവിദ്യാകൃത സംവ്യവഹാരങ്ങളുടെയും ആസ്പദം പരയേവ. സർവ അവിദ്യാ സംവ്യവഹാരങ്ങളുടെയും, അവിടെയാണല്ലോ സുഖവും ദുഃഖവും വരുന്നത്. സുഖം ദുഃഖം തുടങ്ങിയ ദ്വന്ദ്ങ്ങളെല്ലാം വരുന്നത് അവിദ്യാ സംവ്യവഹാരങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിനെല്ലാം ആസ്പദമായിരിക്കുന്നത് പരമാത്മാവ് തന്നെയാണ് എന്ന ഉറച്ച ബോധം അവിടെയുണ്ട്. ന അന്യഹാസ്തി, അല്ലാതെ തദ്ഭിന്നനായിട്ട് മറ്റൊരാൾ ഇല്ല. ഇത് വേദാന്ത സിദ്ധാന്ത. അതുകൊണ്ട് ദുഃഖം വന്നാൽ ദുഃഖവും ആത്മാവ് തന്നെ, സുഖം വന്നാൽ സുഖവും ആത്മാവ് തന്നെ. ആത്മാവിൻ്റെ സ്വഭാവമോ ആനന്ദ സ്വഭാവം. ഇപ്പോൾ ദുഃഖവും ആനന്ദം, സുഖവും ആനന്ദം. അപ്പോൾ ലൗകിക ദൃഷ്ടിയിൽ ദുഃഖമെന്ന് പറയുന്നതിന് ദുഃഖമായോ സുഖമെന്ന് പറയുന്നതിന് സുഖമായിട്ടോ അല്ല, മറിച്ച് എല്ലാ അനുഭവങ്ങളെയും ഉൾക്കൊള്ളുമ്പോഴും തൻ്റെ ആനന്ദഭാവത്തിന് ന്യൂനതയില്ലാതെ സർവാത്മദർശി കഴിയുന്നു. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യം വരും. ഈ ശുദ്ധസത്വസങ്കല്പ നിമിത്തമായിരിക്കുന്ന എന്ന് പറഞ്ഞ പോലെ പല സങ്കല്പങ്ങളും അതിനു മുമ്പ് ദേഹഗതമായി ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം ആ ദേഹത്തിൽ തന്നെയാണല്ലോ വിദ്വാൻ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഫലരൂപമായിട്ട് ദുഃഖങ്ങൾ വന്നൂടെ? ദുഃഖ സാഹചര്യങ്ങൾ വരാം. ദുഃഖങ്ങൾ വരുമെന്ന് പറയരുത്, ദുഃഖത്തിൽ ആത്മബുദ്ധി ഉള്ളത് കൊണ്ട്. അപ്പം ദുഃഖവും ആനന്ദം, സുഖവും ആനന്ദം. വരില്ല എന്ന് പറയരുത്. വരില്ല എന്ന് പറഞ്ഞാൽ തെറ്റും. വരില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. ലോകത്തിൽ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, ശ്രീരാമകൃഷ്ണദേവൻ്റെ തൊണ്ടയിൽ ക്യാൻസർ വന്നു എന്നുള്ളത്, രമണ മഹർഷിക്ക് ഇന്നത് വന്നു എന്നുള്ളത്, വിവേകാനന്ദ സ്വാമിക്ക് ഇന്നത് വന്നു എന്നുള്ളത്, ശങ്കരാചാര്യർക്ക് ഇന്നത് വന്നു എന്നുള്ളത്. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികളെക്കുറിച്ച് ഭഗന്തരം കൊണ്ട് കഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ രമണ മഹർഷിയെ കൊണ്ട് പറയാറുണ്ട്, ശ്രീരാമകൃഷ്ണദേവനെ കൊണ്ട് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെയോ ചോദ്യം. അതാ പറഞ്ഞത്, ശരീരഗതമായിരിക്കുന്ന എല്ലാം ഉണ്ടാവും. പക്ഷേ അതും പരൻ തന്നെ എന്ന ബോധത്തിൽ ദ്വന്ദ്വാതീതനായിട്ട് അവിടുന്ന് ഇരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു വാചകം ശ്രദ്ധിക്കണം. പര ഏവ സർവസത്വോപാധിദ്വാരേണ ഭോക്ത ഇതി സർവാവിദ്യാകൃത സംവ്യവഹാരാണാം പര ഏവ ആസ്പദം ന അന്യഃ അസ്തീതി വേദാന്ത സിദ്ധാന്തഃ. അപ്പം വീണ്ടും ചോദ്യം വരും, വിദ്വാൻ അവിദ്യാസംവ്യവഹാരം എന്ന് പറയേണ്ടതുണ്ടോ? വിദ്വാൻ അവിദ്യാസംവ്യവഹാരം പറയേണ്ടതില്ലെങ്കിലും ശരീരഗതമായി ചിന്തിക്കുമ്പോൾ അത് പറയേണ്ടതായിട്ട് വരും. കാരണം ജ്ഞാനപൂർവകാലീനങ്ങളായ അനുഭവങ്ങൾ വന്നു ചേരുന്നുവല്ലോ എന്ന് വരും. അത്രയേ ഉള്ളൂ. ശാരീരികമായി തന്നെ അവിടെ അതിൻ്റെ എല്ലാം ആസ്പദം പരം തന്നെ എന്ന ബോധം ഉറച്ചിരിക്കുന്നത് കൊണ്ട് ലോകദൃഷ്ട്യാ ദുഃഖ സാഹചര്യമായിരിക്കും, ലോകദൃഷ്ട്യാ സുഖ സാഹചര്യമായിരിക്കും. ഇത് രണ്ടിനെ നമുക്ക് സാമാന്യ ലൗകിക ദൃഷ്ടിയിൽ ഇവ രണ്ടിനെ ഒരുപോലെ കാണുന്ന അസാധ്യമാണ്. സാമാന്യ ലൗകിക ദൃഷ്ടിയിൽ ഇവ രണ്ടിനെയും ഒരുപോലെ കാണുക അസാധ്യമാണ്. പക്ഷെ വിദ്വത് ദൃഷ്ടി അതാണ്. പദം പിന്നെ എന്തെങ്കിലും പറയണ്ടേ? ആ, ദുഃഖം പിന്നെ ആരും സങ്കല്പിക്കാറില്ലല്ലോ എന്നുള്ളതുണ്ടാവും. ഇതിപ്പോൾ ഗുരു ശിഷ്യന്മാർ ചർച്ച ചെയ്യണത് ആ ഒരു തലത്തിലല്ലല്ലോ. അത്ര എടുക്കാൻ പറ്റൂ.
യ ഏഷോക്ഷണിപുരുഷോ ദൃശ്യത്തെ ഇതി ഛായാപുരുഷ ഏവ പ്രജാപതിനാ ഉക്തഃ സ്വപ്ന സുഷുപ്തയോः ച അന്യ ഏവ ന പരഃ അപഹതപാപ്മത്വാദിലക്ഷണഃ വിരോധാദിതി കേചിത് മന്യത്തെ ഛായാദ്യാത്മനാം ച ഉപദേശേ പ്രയോജനം അചക്ഷതേ ആദാവേവ ഉച്യമാനേ കില ദുർവിജ്ഞേയത്വാത് പരസ്യ ആത്മനഃ അത്യന്തബാഹ്യവിഷയാസക്തചേതസഃ അത്യന്തസൂക്ഷ്മവസ്തുശ്രവണേ വ്യാമോഹോ മാ ഭൂതിതി യഥാ കില ദ്വിതീയായാം സൂക്ഷ്മം ചന്ദ്രം ദിദർശയിഷുഃ വൃക്ഷം കഞ്ചിത് പ്രത്യക്ഷമാദൗ ദർശയതി പശ്യ അമും ഏഷ ചന്ദ്രഃ ഇതി തതഃ അയം തതഃ അപി അന്യം ഗിരിമൂർധാനം ച ചന്ദ്രസമീപസ്ഥം ഏഷഃ ചന്ദ്രഃ ഇതി തതഃ അസൗ ചന്ദ്രം പശ്യതി ഏവം ഏതത് യേഷു അക്ഷിണിപുരുഷോ ഇത്യാത്യുക്തം പ്രജാപതിനാ ത്രിഭിः പര്യായൈः ന പര ഇതി ചതുർത്ഥേ തു പര്യായേ ദേഹാൻ മർത്യാത് സമുത്ഥായ അശരീരതാം ആപന്നഃ ജ്യോതിസ്വരൂപം യസ്മിൻ ഉത്തമപുരുഷേ സ്ത്രിയാദിഭിः ജക്ഷത് ക്രീഡൻ രമമാണഃ ഭവതി സ ഉത്തമഃ പുരുഷഃ പരഃ ഉക്ത ഇതി ച ആഹുഃ. ദീർഘമായ ഒരു ഭാഗമാണ്. ഇതൊന്നും സിദ്ധാന്തമല്ല കേട്ടോ. ഇത് പഠിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇത് സിദ്ധാന്തമാണെന്ന് തോന്നിപ്പോകും. അതാണ് പറയണത്. യ ഏഷഃ അക്ഷിണിപുരുഷഃ ദൃശ്യത്തെ ഇതി ഛായാപുരുഷ ഏവ പ്രജാപതിനാ ഉക്തഃ സ്വപ്നസുഷുപ്തയോः ച അന്യ ഏവ ന പരഃ അപഹതപാപ്മത്വാദിലക്ഷണഃ വിരോധാദിതി കേചിത് മന്യന്തെ ഛായാദ്യാത്മനാം ച ഉപദേശേ പ്രയോജനം ആചക്ഷതേ ആദൗ ഏവ ഉച്യമാനേ കില ദുർവിജ്ഞേയത്വാത് പരസ്യ ആത്മനഃ അത്യന്തബാഹ്യവിഷയാസക്തചേതസഃ അത്യന്തസൂക്ഷ്മവസ്തുശ്രവണേ വ്യാമോഹഃ മാ ഭൂതിതി യഥാ കില ദ്വിതീയായാം സൂക്ഷ്മം ചന്ദ്രം ദിദർശയിഷുഃ വൃക്ഷം കഞ്ചിത് പ്രത്യക്ഷം ആദൗ ദർശയതി പശ്യ അമും ഏഷ ചന്ദ്രഃ ഇതി തതഃ അയം തതഃ അപി അന്യം ഗിരിമൂർധാനം ച ചന്ദ്രസമീപസ്ഥം ഏഷ ചന്ദ്രഃ ഇതി തതഃ അസൗ ചന്ദ്രം പശ്യതി ഏവം ഏതത് യ ഏഷോ അക്ഷിണി ഇത്യാദ്യുക്തം പ്രജാപതിനാ ത്രിഭിः പര്യായൈः ന പരാ ഇതി ചതുർത്ഥേ തു പര്യായേ ദേഹാത് മർത്യാത് സമുത്ഥായ അശരീരതാം ആപന്നഃ
ജ്യോതിസ്വരൂപം യസ്മിൻ ഉത്തമപുരുഷേ സ്ത്രീയാദിഭിः ജക്ഷത് ക്രീഡൻ രമമാണഃ ഭവതി സ ഉത്തമഃ പുരുഷഃ പരഃ ഉക്തഃ ഇതി ച ആഹു. അപ്പം എന്താ പറയണ വെച്ചാൽ ഈ അക്ഷിണി പുരുഷൻ യാതൊരുവൻ കാണപ്പെടുന്നുവോ, അതല്ലേ ബ്രഹ്മാവിൻ്റെ 3 പ്രാവശ്യം ഉണ്ടായ 4 പ്രാവശ്യം ഉണ്ടായ ഉപദേശം. അതെ, മുഴുവൻ ഉപദേശങ്ങൾ അതാ. യേഷ അക്ഷിണി പുരുഷോ ദൃശ്യതേ, ഈ കണ്ണിൽ യാതൊരു പുരുഷൻ കാണപ്പെടുന്നുണ്ടോ, ഏതത് അമൃതം അഭയം പരം, ഇത് തന്നെ അമൃതമാണ്, അഭയമാണ്, പരമാണെന്നൊക്കെയാണ് പറഞ്ഞേ. അപ്പം അങ്ങനെ യാതൊരു ഉപദേശമുണ്ടോ അതിലൂടെ ഛായാപുരുഷൻ്റെ വർണ്ണനമാണ് ബ്രഹ്മാവ് ചെയ്തത്. സിദ്ധാന്തമല്ലേ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഛായാപുരുഷനെ കാണിച്ചു കൊടുത്തു, കണ്ണാടിയിൽ ജലത്തിലൊക്കെ നോക്കാൻ പറഞ്ഞു നേരത്തെ. അപ്പം ഛായാപുരുഷ ദൃഷ്ടാന്തമാണ് പറഞ്ഞത്. സ്വപ്ന സുഷുപ്തയോഹോ ച അന്യേവ ന പരഹ അപഹതപാപ്മത്വാദി ലക്ഷണ, അപഹതപാപ്മ തുടങ്ങിയ ലക്ഷണത്താൽ പറയപ്പെട്ടതുകൊണ്ട് സ്വപ്നം സുഷുപ്തി തുടങ്ങിയ അവസ്ഥകളിൽ പറയപ്പെട്ടത് ഭിന്നനായ പുരുഷനെ ആണ്. സിദ്ധാന്തം എന്താ? ഭിന്നനായ പുരുഷനെ അല്ല പറഞ്ഞിട്ടുള്ളത്. സൂക്ഷ്മബുദ്ധി സാധകൻ സമാർജിക്കുന്നതിനനുസരിച്ച് ക്രമികമായി സ്ഥൂല സൂക്ഷ്മ കാരണഭാവങ്ങളെ അതിക്രമിച്ച് ആത്മദർശനത്തിലേക്ക് എത്തിയതായിട്ടാണ് പറയുന്നത്. ഇവിടെ ഈ വ്യാഖ്യാതാക്കൾ പറയുകയാണ്, യേശ അക്ഷിണി പുരുഷോ ദൃശ്യതേ എന്നുള്ളത് കൊണ്ട് ഛായാപുരുഷനെ പ്രജാപതി പറഞ്ഞു. സ്വപ്ന സുഷുപ്താവസ്ഥകളിൽ പിന്നെ പുരുഷനെ ഉപദേശിച്ചു. അവിടെ അപഹതപാപ്മ തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി പരമാത്മാവ് നിരൂപണം ചെയ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? വിരോധം കൊണ്ട് എന്ന് ചിലർ വിചാരിക്കുന്നു. ഏതുപോലെ? അതെങ്ങനെയാന്ന് വെച്ചാൽ ഛായാത്മനാം ച ഉപദേശേ പ്രയോജനം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഛായാത്മാവിനെയൊക്കെ ഉപദേശിച്ചിട്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ അവരതിന് മറുപടി പറയുന്നു, ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ദ്വിതീയ തിഥിയിൽ വളരെ ഒരു കുത്തുപോലെ മാത്രം ചന്ദ്രൻ കാണപ്പെടുന്ന സമയത്ത് സമീപസ്ഥമായൊരു വൃക്ഷം ചൂണ്ടിയിട്ട് ആ വൃക്ഷത്തിൻ്റെ മുകളിലാണ് ചന്ദ്രൻ എന്ന് കാണിക്കുന്നു. ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ചന്ദ്രനുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞാൽ ആ വൃക്ഷത്താൽ ലക്ഷീകരിക്കപ്പെടുന്ന സ്ഥലത്ത് പർവ്വതത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് നാദ്യ പർവ്വതം പറഞ്ഞൂടെ, ഏത് പർവ്വതം എന്നുള്ള ഓർമ്മ മനസ്സിലാവില്ല. അപ്പോൾ അടുത്തുള്ള വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ച് ആ ദിശയിലൂടെ നോക്കിയാൽ കാണുന്ന പർവ്വതത്തെ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് ആ പർവ്വതത്തിൻ്റെ മുകളിലുള്ളതാണ് ചന്ദ്രൻ എന്ന് പറയും. അപ്പോൾ മറ്റേ ആൾ മനസ്സിലാക്കും ഇതാണ് ചന്ദ്രൻ എന്ന് മനസ്സിലാക്കും. ഇതേപോലെ യേശോ അക്ഷിണി പുരുഷോ ദൃശ്യതേ എന്ന് പറയപ്പെട്ട 3 സന്ദർഭങ്ങളെ കൊണ്ട് പറഞ്ഞത് വാസ്തവത്തിൽ പരമാത്മാവൊന്നുമല്ല, പരമാത്മാവിനെ പറഞ്ഞിട്ടില്ല. പിന്നെയോ ചതുർത്ഥേ പര്യായേ ദേഹാത് മർത്യ സമുത്ഥായ, 4ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ദേഹത്തിൽ നിന്ന് ഉയർന്ന് ശരീരസംബന്ധിത്വമില്ലാത്തതായ ജ്യോതിസ്വരൂപമായിരിക്കുന്ന ആത്മാവിനെക്കുറിച്ച് പറഞ്ഞു. ആ ആത്മാവിനെക്കുറിച്ചാണ് സ്ത്രീകളുമായി കളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വിഹരിക്കുന്നു, രമിക്കുന്നു എന്ന് തുടങ്ങി പറഞ്ഞത്. അത് ഉത്തമ പുരുഷനാണ്. ആ ഉത്തമ പുരുഷൻ മാത്രമാണ് പരമാത്മാവ്. എന്ന് വെച്ചാൽ പരമാത്മാവ് വേറെ, ഈ പറഞ്ഞ ഛായാപുരുഷൻ വേറെ, ജീവാത്മാവ് വേറെ. ഇതാണ് ഇവിടെ ഉപദേശിക്കപ്പെടുന്നത് എന്ന് ചിലർ പറയുന്നു. വ്യക്തമാണല്ലോ. അതിനാണ് മറുപടി പറയണത്, സത്യം രമണീയാ താവതീയം വ്യാഖ്യാശ്രോതും. വളരെ ശരിയാണ്. ഈ വ്യാഖ്യാനം കേൾക്കാൻ നല്ല സുഖമുണ്ട്.
നോക്കണം ഭാഷ്യകാരൻ്റെ ഒരു ശൈലി നോക്കും. നിങ്ങൾ പറഞ്ഞത് തെറ്റാന്നല്ല പറയണത്, നിങ്ങൾ വളരെ സുഖമുണ്ട് കേൾക്കാൻ, അത്രയേ ഉള്ളൂ. അതാണ് സത്യം. രമണീയ താവതീയം വ്യാഖ്യാ ശ്രോതും നതു അർത്ഥഃ അസ്യ ഗ്രന്ഥസ്യ ഏവം സംഭവതി. സത്യം രമണീയ താവതീയം വ്യാഖ്യാ ശ്രോതും നതു അർത്ഥഃ അസ്യ ഗ്രന്ഥസ്യ ഏവം സംഭവതി. ഈ നിങ്ങളുടെ ഈ വ്യാഖ്യാനം കേൾക്കാൻ വളരെ രമണീയമാണ്, നന്നായിട്ടുണ്ട്. എന്നാൽ ഈ ഗ്രന്ഥത്തിൽ ഇതല്ല പറയപ്പെട്ടത്. സംഗതിയൊക്കെ നല്ല തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ദൃഷ്ടാന്തമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്, അങ്ങനെ തന്നെയാണ് ഞാൻ തന്നെ കാണിച്ചു കൊടുക്കുക. പക്ഷേ ഈ ഗ്രന്ഥത്തിൽ അതൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആത്മബ്രഹ്മൈക്യ പറഞ്ഞിട്ടുള്ളത്. ആത്മാവ് വേറെ ബ്രഹ്മമെന്ന് വേറെ എന്നുള്ള നിലയ്ക്ക് അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കഥം അക്ഷിണിപുരുഷോ ദൃശ്യതേ ഇതി ഉപന്യസ്യ ശിഷ്യാഭ്യാം ഛായാത്മനി ഗൃഹീതേ തയോः തദ്വിപരീതഗ്രഹണം മത്വാ തപ് അപനയായ ഉദശരാവോപന്യാസഃ കിം പശ്യഥ ഇതി ച പ്രശ്നഃ സാധ്വലങ്കാരോപദേശഃ ച അനർത്ഥകഃ സ്യാത് യദി ഛായാത്മാ ഏവ പ്രജാപതിന അക്ഷിണി ദൃശ്യതേ ഇതി ഉപദിഷ്ടഃ ചേത് കിഞ്ച യദി സ്വയം ഉപദിഷ്ടേ സതി ഗ്രഹണസ്യ അപി അപനയനകാരണം വക്തവ്യം സ്യാത് സ്വപ്നസുഷുപ്താത്മഗ്രഹണയോരപി തദ് അപനയകാരണം ച സ്വയം ബ്രൂയാത് ന ച ഉക്തം തേന മന്യാമഹേ നാക്ഷിണിച്ഛായാത്മാ പ്രജാപതിന ഉപദിഷ്ടഃ. അവിടെ നിൽക്കട്ടെ, എന്താ ഇവിടെ നിൽക്കട്ടെ, കുറേ ഉണ്ട് ഇനി. അധികമായി കഴിഞ്ഞാൽ ശരിയാവില്ല. ഈ ഭാഗം വീണ്ടും വായിക്കാം. സത്യം രമണീയ താവതീയം വ്യാഖ്യാ ശ്രോതും എന്നുള്ളത് നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്ത്വ നിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.